ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകിട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് DGPയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. IG സ്പർജൻ കുമാർ, DIG തോംസൺ ജോസ്, SP-മാരായ ഷാനവാസ്, മധുസൂദനൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, വൈകിട്ടോടെ ആ റിപ്പോർട്ട് വരികയാണ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തുന്ന നിമിഷമാണ് പ്രധാനപ്പെട്ടത്. CPI ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദത്തിലാണ്. ബിന്നിലെ നമ്മൾ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറും എന്നുള്ളത്. ADGPക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന ദിവസം ഇന്നലെയായിരുന്നു. അതായത് മുഖ്യമന്ത്രി നേരത്തെ കോട്ടയത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. DGP തന്നെ അന്വേഷിക്കും എന്നുള്ളതായിരുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. അത് 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അന്നത്തെ യോഗത്തിൽ പറഞ്ഞു. ആ 1 മാസത്തിന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് റിപ്പോർട്ട് ഇനി വൈകിക്കൊണ്ടുപോകരുത് എന്നുള്ള നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ DGPയുടെ നേതൃത്വത്തിൽ അവസാനവട്ട യോഗം ചേരുകയായിരുന്നു അന്വേഷണ സംഘം. നേരത്തെ ബില്ല് പറഞ്ഞതുപോലെ സ്പർജൻ കുമാർ, തോംസൺ, അതുപോലെ മധുസൂദനൻ, ഷാനവാസ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ, അതായത് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തുകൊണ്ടായിരുന്നു ഇന്ന് യോഗം ചേർന്നത്. ഈ യോഗത്തിലുണ്ടായ പ്രധാനപ്പെട്ട ധാരണ എന്നുള്ളത് ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറാം എന്ന് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ടിലെ കാര്യം എന്നുള്ളത് ഒരു ഗുരുതര പ്രശ്നമായി DGPക്കെതിരെ കണ്ടത് RSS നേതാക്കളെ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാൻ DGP MR അജിത് കുമാറിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ RSS നേതാക്കളെ കണ്ടു എന്ന കാര്യം അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഔദ്യോഗിക വാഹനം ഒഴിവാക്കി സ്വകാര്യ വാഹനത്തിൽ പോയത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. നമ്മൾ ഈ വാർത്തകളിൽ വന്നതുപോലെയുള്ള RSS നേതാക്കളുടെ കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല. പോലീസ് ആസ്ഥാനത്ത് ഒരു RSS നേതാവ് പലതവണ വന്നതും പോയതുമായ വിവരങ്ങൾ മറ്റ് IPS ഉദ്യോഗസ്ഥരും DGPക്ക് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. അവർ നേരെ ADGPന്റെ മുറിയിലേക്ക് വന്നാൽ ആ മുറിയിൽ ഉണ്ടാകുന്ന IPS ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് പറഞ്ഞയക്കുന്ന ഒരു രീതിയുണ്ട്. ജയിലിൽ കിടക്കുന്ന RSSന്റെ ആളുകളുടെ പരോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് DGPക്ക് ഈ IPS ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം. അക്കാര്യത്തിൽ അതിലും ഒരു കൃത്യമായ വിശദീകരണം MR അജിത് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ കൂട്ടി വായിക്കേണ്ടത് PV അൻവർ കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ അതിലൊന്നിൽ പോലും ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകളില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിൽ മാമി തിരോധാനം, സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിക്കൽ, സ്വർണം പൊട്ടിക്കൽ, അതുപോലെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ആരോപണങ്ങളെന്ന് PV അൻവർ ഉന്നയിച്ചിരുന്നു. ആ കാര്യങ്ങളിലൊന്നും കഴമ്പില്ല എന്ന രീതിയിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി നിലവിൽ അവധിയിലാണ് പൂജയുടെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ റിപ്പോർട്ട് ഒരുപക്ഷെ ഓഫീസിലായിരിക്കും കൈമാറുക. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ അത് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ സ്വാഭാവികമായി RSS നേതാക്കളെ കണ്ടതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ADGP MR അജിത് കുമാറിനെ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് ഇന്നോ അല്ലെങ്കിൽ നാളെയോ മാറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാവില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കൊടുത്ത ഉറപ്പ് എന്നുള്ളത് തിങ്കളാഴ്ചക്ക് മുമ്പ് നടപടിയെടുക്കും എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഒരു പിടിവാശി എന്നുള്ളത് PV അൻവറിന്റെ ചെലവിൽ ഇക്കാര്യം വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് കൊടുത്ത ഉറപ്പ് എന്ന നിലയിൽ അതായത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGPക്കെതിരെ ഈ അന്വേഷണ സംഘത്തിന് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അൻവർ ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ADGPയുടെയും ADGP നിർദ്ദേശിക്കുന്ന പോലീസ് സംഘത്തിന്റെയും ബന്ധമാണ്. മലപ്പുറം കേന്ദ്രീകരിച്ചിട്ടുള്ള പോലീസിന്റെ ഒരു സ്വർണം പൊട്ടിക്കൽ റാക്കറ്റ് എന്ന വിധത്തിൽ തന്നെ പറയാം. അവിടെ ഉണ്ണി ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും വിവരങ്ങൾ അൻവർ പറഞ്ഞിരുന്നു. രണ്ടാമതായി മാമി തിരോധാനമാണ്. മുഹമ്മദ് ആണ്ടൂർ എന്ന് പറയുന്ന ആ വ്യക്തി, കോഴിക്കോട് സ്വർണ്ണക്കച്ചവടക്കാരൻ്റെ തിരോധാനം, അതിൽ MR അജിത് കുമാറിനുള്ള പങ്ക്, ആ വിധത്തിലുള്ള പങ്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ രീതിയിലുള്ള അന്വേഷണം അൻവർ തെളിവ് സമർപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല എന്ന് തന്നെയാണോ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ?
ബിനിൽ, ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ടിലെ ചില സൂചനകൾ മാത്രമാണുള്ളത്. അതായത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞാൽ വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ആ റിപ്പോർട്ട് നിലവിൽ കണ്ടിട്ടുള്ളത്. ഇത് അടുത്ത ഓഫീസിലേക്ക് കൂടി വരുമ്പോഴാണ് അതിൽ ഒന്നുകൂടി വ്യക്തത ഉണ്ടാവുക. ആ റിപ്പോർട്ട് കൂടുതൽ ആളുകൾ വായിക്കുകയും വായിച്ചവരോട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയുകയും എല്ലാം ചെയ്യുമ്പോഴാണ് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ കാര്യങ്ങളുള്ളതെന്നും ഏതൊക്കെയാണ് കൂടുതൽ പരിശോധിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരിക. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അതിലൊന്ന്, ADGPക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വീഴ്ചകളെല്ലാം ഉണ്ടായിരിക്കുന്നത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുകളിലല്ല, മറിച്ച് അദ്ദേഹം തന്നെ സംബന്ധിച്ച RSS നേതാക്കളെ കണ്ടിരുന്നു എന്നുള്ളതും അതിൽ വീഴ്ച പറ്റി എന്നുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലവിലുള്ളത്. നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ മാമിയുടെ തിരോധാന കേസ്, സ്വർണ്ണക്കള്ളക്കടത്തിന് പോലീസ് സഹായിക്കുന്നു, സ്വർണം പൊട്ടിക്കുന്ന ആളായി പോലീസ് മാറുന്നു, ഫോൺ ചോർത്തുന്നു തുടങ്ങി ഡസൻ കണക്കിന് ആരോപണങ്ങളാണ് പോലീസിനെതിരെ, പ്രത്യേകിച്ച് MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചത്. അത്തരം കാര്യങ്ങളിൽ ഒരു തെളിവ് എടുക്കാൻ വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഒരുപാട് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് PV അൻവറിനെ പൂർണ്ണമായി തള്ളുന്നുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പങ്കുമില്ലെന്നും ആ റിപ്പോർട്ട് കൃത്യമായി എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പിണറായി വിജയൻ പറഞ്ഞതോടുകൂടി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ റിപ്പോർട്ടിൽ ആ PV അൻവർ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടാകില്ല എന്ന കാര്യം അന്ന് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ CPI ഉൾപ്പെടെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടുകൂടി ഇനി ആ മുഖ്യമന്ത്രിക്ക് മുന്നിലുള്ള പോംവഴി എന്നുള്ളത് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരു അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. അതായത് സസ്പെൻഷൻ പോലെയുള്ള മറ്റ് കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും നിലവിൽ കാണുന്നില്ല. PV അൻവർ MLA സർക്കാരുമായി CPIഎമ്മുമായി തെറ്റിയിരിക്കുന്നു, മുഖ്യമന്ത്രിയെ തന്നെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ അൻവറിന്റെ ചെലവിൽ ADGPയെ മാറ്റേണ്ടതില്ല, അതിന് മറ്റ് ഘടകങ്ങളുണ്ട്. ADGPയെ സംരക്ഷിച്ചു നിർത്താൻ സാധിക്കില്ല. സ്വാഭാവികമായും CPIയുടെയും ഇടതുമുന്നണിയുടെ ആകെ CPM ഇതര പാർട്ടികളുടെ എല്ലാം കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അൻവറിന്റെ ചിലവിൽ മാത്രം അത് നടപ്പാക്കേണ്ടതില്ല, പക്ഷേ ADGPയെ മാറ്റും. അങ്ങനെ തന്നെ നമുക്കതിനെ വിലയിരുത്താം, അല്ലേ? അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ബിനിൽ, നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മാസം മുഖ്യമന്ത്രിക്ക് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം 23-ാം തീയതി തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ മുന്നിൽ DGP റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ADGP MR അജിത് കുമാറിന് വീഴ്ചയുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ DGP തന്നെ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ADGP MR അജിത് കുമാറിന്റെ വീഴ്ചയും അന്വേഷിക്കണം, അതിലൊരു തുടരന്വേഷണം ഉണ്ടാകണം എന്ന ശുപാർശയാണ് DGP കൊടുത്തത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയത്ത് നടപടിയെടുക്കാതിരുന്നത് എന്ന ചോദ്യമുണ്ട്. അങ്ങനെ നടപടിയെടുത്താൽ, ഈ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ നടപടിയെടുത്താൽ സ്വാഭാവികമായി ആളുകൾ കരുതും അത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ആ നടപടി എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതായത് ഈ ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നത് അത് PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണെന്ന് പൊതുസമൂഹം ധരിക്കരുത്. അത് ഇങ്ങനെ കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷിച്ചു, കണ്ടെത്തി, വീഴ്ചയുണ്ടായി, നടപടിയെടുത്തു. ആ രീതിയിലേക്ക് മാത്രം സമൂഹം വ്യാഖ്യാനിക്കണം എന്ന നിർബന്ധ ബുദ്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റിപ്പോർട്ട് വരട്ടെ എന്ന് ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത്. ഇനി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ CPIക്ക് കൊടുത്ത ഉറപ്പുണ്ട്, അതായത് ഘടകകക്ഷികളെ പിണക്കേണ്ടതില്ല എന്ന രീതിയിൽ ADGP MR അജിത് കുമാറിനെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ബിനിൻ, മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് MR അജിത് കുമാർ എന്ന് കഴിഞ്ഞ 2 വാർത്താ സമ്മേളനങ്ങൾ പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും എളുപ്പം മനസ്സിലാക്കാനും കഴിയും. ഉറപ്പായിട്ടും ഘടകകക്ഷികളുടെ കടുത്ത സമ്മർദ്ദമാണ് മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നത്. ആ വാർത്തയിലേക്ക് കൂടിയാണ് പോകുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.